अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। अम्बिया दुनिया में आते हैं ദാസരെ സ്രഷ്ടാവിന്റെ അടുത്തെത്തിക്കുന്നതിനും ദാസരെ അള്ളാഹുവിനെ ആരാധിക്കുന്നവരും അവരെ അള്ളാഹു പറഞ്ഞ മാർഗത്തിലൂടെ നടത്തുന്നതിനും വേണ്ടിയാണ് പ്രവാചകന്മാർ ആഗതരാകുന്നത്. ഈ പ്രവാചകന്മാരിൽ സമ്പൂർണവും പരിപൂർണവുമായ അധ്യാപനവുമായി വന്നിട്ടുള്ളത് നമ്മുടെ നേതാവായ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിൽ അവതരിപ്പിക്കപ്പെട്ട അധ്യാപനങ്ങൾ ലോകത്ത് എത്തിക്കുന്ന കടമ അതർഹിക്കും വിധം നിറവേറ്റുകയുണ്ടായി. ആ സന്ദേശം ലോകത്ത് എത്തിക്കുന്നതിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലുള്ള പരിശ്രമത്തിന് മറ്റൊരു ഉദാഹരണം എടുത്തു കാണിക്കാൻ സാധ്യമല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബ്യയിലെ ബന്ധുക്കൾക്കും സന്ദേശം എത്തിക്കുകയുണ്ടായി, അടിമകൾക്കും അതേപോലെ യാതൊരുവിധ ഭയവുമില്ലാതെ മക്കയിലെ നേതാക്കൾക്കും സന്ദേശം എത്തിക്കുകയുണ്ടായി. വലിയ വലിയ രാജാക്കന്മാർക്ക് പോലും ആ സന്ദേശം എത്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിന്റെ തേട്ടം പൂർത്തിയാക്കുന്നതിലേക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. ഈ മഹത്തരമായ പ്രവർത്തനത്തെ അദ്ദേഹത്തിന്റെ സഹാബത്ത് ലോകത്ത് എത്തിക്കുകയും ചെയ്തു. 1400 വർഷത്തിന് ശേഷം അള്ളാഹുവിന്റെ വാഗ്ദാന പ്രകാരം അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ശിഷ്യനായ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചു. അദ്ദേഹം ഈ പ്രവർത്തനത്തെ പുനരുജ്ജീവിപ്പിച്ചു. അദ്ദേഹം ലോകത്തെ ദൈവത്തിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ മാർഗം എങ്ങനെ അന്വേഷിക്കണമെന്ന് ലോകർക്ക് പറഞ്ഞുകൊടുത്തു, എങ്ങനെ അവനിലേക്ക് എത്താൻ സാധിക്കുമെന്നും പറഞ്ഞുകൊടുത്തു. അള്ളാഹുവിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, അവനിലേക്ക് എത്തണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇസ്ലാം മതം ഒന്ന് മാത്രമാണ് അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന മാർഗം. അന്യ മതസ്ഥർക്കും ഈ ഒരു ക്ഷണമാണ് അദ്ദേഹം നൽകിയത്. ഒരു പദ്യശകലത്തിൽ പറയുന്നു,
ജനങ്ങളെ വരൂ, ഇവിടെ നിങ്ങൾക്ക് ദൈവപ്രകാശം ദർശിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ലോകത്തുള്ള മതങ്ങളെക്കുറിച്ച് കൂലങ്കഷമായി പഠനം നടത്തുമ്പോൾ ഇസ്ലാം അല്ലാത്ത മറ്റെല്ലാ മതങ്ങളും തന്നെ തന്നിൽ ഏതെങ്കിലും ഒരു ന്യൂനത ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നതാണ്. എല്ലാ മതങ്ങളും തന്നെ തുടക്കം മുതൽ കളവായത് കൊണ്ടല്ല ഇത് സംഭവിച്ചത്, മറിച്ച് ഇസ്ലാം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അള്ളാഹു ഈ മതങ്ങളുടെ പിന്തുണ ഉപേക്ഷിക്കുകയാണുണ്ടായത്. തോട്ടക്കാരില്ലാത്ത തോട്ടം പോലെ ആയി അവ മാറി. ഇതിന് സേചനം നടത്താനും പരിപാലിക്കാനും ആരും ഇല്ലാതായിത്തീർന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അതിൽ തെറ്റുകൾ കടന്നുകൂടി. ഫലം നൽകുന്ന വൃക്ഷങ്ങളെല്ലാം ഉണങ്ങിപ്പോയി. അതിന്റെ സ്ഥലത്ത് മുള്ളുകളും കാട്ടുവള്ളികളും പടർന്നു പിടിച്ചു. മതത്തിന്റെ വേരായ ആത്മീയത പൂർണ്ണമായും ഇല്ലാതായിത്തീർന്നു. വരണ്ട വചനങ്ങൾ മാത്രം അവശേഷിച്ചു. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഇസ്ലാം അവസാന ശരീഅത്തായതുകൊണ്ട് അള്ളാഹു ഇസ്ലാമിനോട് അങ്ങനെ പെരുമാറുകയില്ല. ഇതിന്റെ അധ്യാപനത്തെ ഉണങ്ങാൻ അനുവദിക്കുകയില്ല. വിവിധ സന്ദർഭങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഓരോ നൂറ്റാണ്ടിലും ഈ തോട്ടത്തെ പച്ചളിപ്പുള്ളതാക്കി നിർത്തുന്നതിനായി അള്ളാഹു ഇതിന്റെ മേൽനോട്ടക്കാരെ അയച്ചുകൊണ്ടിരുന്നു. ഇക്കാലത്ത് അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നു. അവസാന 1000 വർഷത്തെ മുജദ്ദിദ് ഞാനാകുന്നു. ചുരുക്കത്തിൽ ഇസ്ലാമാകുന്ന മനോഹരമായ തോട്ടത്തിന്റെ മനോഹരമായ അംശമായി തീരുന്നതിനും ഫലം നൽകുന്ന വൃക്ഷമായി തീരുന്നതിനും വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രിയ ശിഷ്യനുമായി ബന്ധപ്പെടേണ്ടത് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. കാരണം അള്ളാഹു തആലയുമായി ജീവനുള്ള ബന്ധം ഇത് മുഖേന മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇസ്ലാമിന്റെ മനോഹര സന്ദേശത്തെ ആ മഹാത്മാവ് ഇന്ത്യയിൽ മാത്രമല്ല എത്തിച്ചത്, മറ്റു നാടുകളിലും എത്തിക്കുകയുണ്ടായി. തന്റെ ബയ്യത്തിൽ വന്ന ശിഷ്യത്വം സ്വീകരിച്ച സഹാബാക്കളിലും ഈ ആത്മാവ് ആ മഹാത്മാവ് ഇടുകയുണ്ടായി. അള്ളാഹുവിലേക്ക് വരിക എന്നും അവനുമായി ബന്ധം സ്ഥാപിക്കുക എന്നുമുള്ള സന്ദേശം ലോകർക്ക് നൽകാൻ പറയുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ശിഷ്യനുമായി ബന്ധം സുദൃഢമാക്കിയാൽ മാത്രമേ അള്ളാഹുമായി ശരിയായ നിലയിൽ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വന്നവരിൽ ദരിദ്രരും കൂലിവേല ചെയ്തവരും കൃഷിക്കാരും ഭൂ ഉടമകളും അക്ഷരജ്ഞാനമില്ലാത്ത ഗ്രാമീണരും ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും വിദ്യാസമ്പന്നരും എല്ലാം ഉണ്ടായിരുന്നു. ഓരോരുത്തരും തങ്ങളുടെ കഴിവനുസരിച്ച് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശത്തെ മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ സമീപത്തിൽ നിന്ന് ഫലമെടുക്കുകയും ഈ യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശത്തെ അവരവരുടെ വൃത്തത്തിൽ എത്തിക്കുന്നതിനായി പരിശ്രമിക്കുകയും ചെയ്തു. മറ്റു മതങ്ങളുടെ മേലുള്ള ഇസ്ലാമിന്റെ മേൽക്കോയ്മ ശരിക്കും മനസ്സിലാക്കുകയും അങ്ങനെ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരിൽ ഉൾപ്പെടുകയും ചെയ്തു. ഇവർ വളരെ വേഗത്തിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശത്തെ ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും എത്തിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഇവരുടെ തബ്ലീഗുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ ഞാനിപ്പോൾ വിവരിക്കുന്നതാണ്. ഹദ്റത്ത് ഇമാം ദീൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഒരിക്കൽ മൗലവി ഫതഹുദ്ദീൻ സാഹിബ് എൻ്റെ പേരിൽ കത്തയക്കുകയുണ്ടായി. ധരംകോട്ടിൽ മൗലവി, ധരംകോട്ട് എന്നുള്ളൊരു സ്ഥലത്തിന്റെ പേരാണ്. മൗലവി അബ്ദുൽ സുബ്ഹാൻ ചർച്ചയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്. കാദിയാനിൽ നിന്നും ഒരു മൗലവിയെയും കൂട്ടി ഉടനെ തന്നെ വരിക. ഞങ്ങൾ മൗലവി അബ്ദുല്ല സാഹിബ് കാശ്മീരിയെയും കൂട്ടി ധരംകോട്ടിലെത്തി. അവിടെ കുറെ ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു. മൗലവി സാഹിബ് കുറെ ആളുകളെ കണ്ട്
ഭാഗുവാലയിലെ സർദാർ ബസിൻ സിംഗിന്റെ അടുത്ത് ചെന്നു. ഞങ്ങളുടെ ജമാഅത്തങ്ങളെല്ലാം ഭാഗുവാലയിലേക്ക് പോയി. തബ്ലീഗിനോടുള്ള പ്രത്യേകം താല്പര്യമായിരുന്നു അവർക്ക്. അതുകൊണ്ട് അവിടേക്ക് പോയി സർദാർ ബാസിംഗ് സിംഗിന്റെ അധ്യക്ഷതയിൽ സംവാദം നടത്താൻ തീരുമാനത്തിലെത്തി. ഈസാ നബിയുടെ ജീവിത മരണ പ്രശ്നത്തിലാണ് ചർച്ച നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ ഏതൊരു കക്ഷി ഒരു കാര്യത്തിൽ വാശി പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, മിർസ സാഹിബിന്റെ പേര് വിശുദ്ധ ഖുർആനിൽ കാണിച്ചു തന്നാൽ ഞാൻ സംവാദം നടത്താൻ തയ്യാറാകുന്നതാണ്. അദ്ദേഹം പറഞ്ഞത്, മിർസ ഗുലാം മുർത്തദയുടെ മകൻ മിർസ ഗുലാം അഹമ്മദ് എന്ന് എഴുതിയതായി കാണിച്ചു തരണം, എന്നാൽ മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സംവാദത്തിന് ഞാൻ ഉണ്ടാവുകയില്ല. മലി അബ്ദുല്ല സാഹിബ് പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ നിന്നും കാണിച്ചു തരാം. അങ്ങനെ ചർച്ച തുടങ്ങി. എതിർകക്ഷി മൗലവി കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ മൗലവി അബ്ദുല്ല സാഹിബ് പറഞ്ഞു, മുമ്പ് പ്രവാചകന്മാരെ കുറിച്ചുള്ള പ്രവചനത്തിൽ അവരുടെ പേര് പിതാവിന്റെ പേരോടൊപ്പം എഴുതിയത് താങ്കൾ കാണിച്ചു തന്നാൽ അതേ രീതിയിൽ തന്നെ ഞങ്ങളും കാണിച്ചു തരുന്നതാണ്. മുമ്പുള്ളവർക്ക് ഈ മാർഗം സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഈ ചോദ്യം ഞങ്ങളോട് എന്തിനാണ് ചോദിക്കുന്നത്? ഈ മറുപടിക്ക് എതിർ കക്ഷിക്ക് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ നാണിച്ച് അവിടെ ഇരുന്നു. സർദാർ ബസിംഗ് സിംഗ് പറഞ്ഞു, ഈ മൗലവി ഒന്നും അറിയാത്തവനാണ്. എന്നിട്ട് പഞ്ചാബിൽ ചില തെറി വാക്കുകളൊക്കെ പറഞ്ഞു. അവസാനം അള്ളാഹു നമുക്ക് വിജയം നൽകി. ഈ സംവാദത്തിന് ശേഷം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ പേര് വിശുദ്ധ ഖുർആനിൽ ഇസ്മുഹു അഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് മൗലവി സാഹിബ് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഹസ്രത്ത് പീർ ഇഫ്തിഖാർ അഹമ്മദ് സാഹിബ് തന്റെ പിതാവ് പീർ അഹമ്മദ് ജാൻ സാഹിബിൽ നിന്നും വിവരിക്കുന്നു, എന്റെ പിതാവ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദം സ്വീകരിച്ചു. ഇത് ബയ്യത്തിന് മുമ്പുള്ള സംഭവമാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുജദ്ദിദാണെന്ന് അദ്ദേഹം അംഗീകരിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോടും പരിചയക്കാരോടും ഈ കാര്യം വളരെ ആവേശത്തോടു കൂടി പറയാൻ തുടങ്ങി. ഒരു ദീർഘ നോട്ടീസ് പ്രസിദ്ധീകരിച്ചു. അത് ഇപ്പോൾ ഇത് എഴുതുമ്പോൾ അദ്ദേഹം എഴുതുകയാണ്. അൽഫദിൽ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. എഴുതുന്നു, എന്റെ പിതാവ് തബ്ലീഗ് പ്രവർത്തനം കൂടാതെ സ്വയവും തന്റെ ശിഷ്യർ മുഖേനയും സാമ്പത്തിക ത്യാഗത്തിലും പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ ഈ സേവനത്തിലാണ് മുഴുകിയിരുന്നത്. അതായത് കഴിയുന്നത്ര പ്രചാരണം ചെയ്യുക, അതേപോലെ കഴിയുന്നത്ര ചന്ദ്രൻ നൽകുക. അതായത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനത്തിന്റെ ഉദ്ദേശം ഇത് തന്നെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഗ്രന്ഥങ്ങൾ കൂടാതെ MTA മുഖേനയും ദീനിന്റെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ഒരു സാറ്റലൈറ്റ് ആയിരുന്നു MTA ഉപയോഗിക്കാനുണ്ടായിരുന്നത്. അതും കുറച്ച് മണിക്കൂറുകൾ മാത്രമായിരുന്നു. ഇന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ 10 സാറ്റലൈറ്റ് മുഖേന MTA പ്രോഗ്രാമുകൾ ലോകം മുഴുവനും സംപ്രേഷണം ചെയ്തു വരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ അവിടെ വലിയ ഡിഷുകളാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും ചെറിയ ഡിഷിൽ 1.5-2 അടിയുടെ ഡിഷ് ഉപയോഗിച്ച് ഇൻഷാ അല്ലാഹ് താല MTA കേൾക്കാൻ സാധിക്കുന്ന സംവിധാനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പറ്റിയ സാറ്റലൈറ്റ് അന്വേഷിച്ചു വരുന്നു. ഞാൻ തിരിച്ച് റിവായത്തിലേക്ക് വരികയാണ്. ഹദ്റത്ത് മാസ്റ്റർ നസീർ ഹുസൈൻ സാഹിബ് റിവായത്ത് ചെയ്യുന്നു, ഹക്കീം മുഹമ്മദ് ഹുസൈൻ സാഹിബ് മർഹമെ ഈസയുടെ മകനാണ്. എനിക്ക് ചെറുപ്പത്തിൽ തന്നെ തബ്ലീഗിന് നല്ല ആവേശമായിരുന്നു. ഡിസംബർ 1903 വരെ എൻ്റെ പിതാവ് ഭാട്ടി ദർവാസ ലാഹോർ മുഹല്ല പട്ടങ്കയിലാണ്, പട്ടങ്കയോ എന്നറിയില്ല, അവിടെയാണ് താമസിച്ചിരുന്നത്. ഈ കാലത്ത് അബു സയ്യിദ് അറബ് എന്ന അഹമ്മദി എൻ്റെ പിതാവിന്റെ അടുത്ത് വന്നിരുന്നു. അദ്ദേഹം എൻ്റെ മതാവേശവും തബ്ലീഗ് ചെയ്യാനുള്ള താല്പര്യവും കണ്ടിട്ട് ഈസാ നബിയുടെ മരണത്തെക്കുറിച്ചും ബഗ്ദാദ് മസീഹിന്റെ ആഗമനത്തെക്കുറിച്ചും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ചില തെളിവുകൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഞാൻ ഈ തെളിവുകൾ മസ്ജിദുകളിലെ ഇമാമുകളുടെ മുമ്പാകെ സമർപ്പിക്കാറുണ്ട്. ഇതിന് മറുപടി പറയാൻ ഞാനോട് പറയും. ഒരിക്കൽ ആ ദിവസങ്ങളിൽ ഭാട്ടി ദർവാസയിലെ ഇമാം മസ്ജിദിന്റെ അടുത്ത് ഞാൻ പോയി. അദ്ദേഹത്തിന് മുമ്പിലും ഈ തെളിവുകൾ സമർപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കാര്യങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഒരു കാര്യമുണ്ട്. നല്ല പൊടിക്കാറ്റ് വീശുന്ന സമയത്ത് മിർസ സാഹിബിന്റെ അടുത്തേക്ക്
നീ പോകുക. ആ പൊടിക്കാറ്റിലൂടെ നടന്ന് അദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് മറ്റുള്ളവരോട് ഇതുപോലെയുള്ള പൊടിപടലങ്ങൾ പറ്റി പിടിച്ചിട്ടുണ്ടോ എന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. അതായത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം നടക്കുമ്പോൾ ആ പൊടി പടലങ്ങൾ മസീമിന്റെ മുഖത്തുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന്. ഈ അവസ്ഥ കണ്ട് എന്നോട് വന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനുള്ള മറുപടി പറയുന്നതാണ്. വിശ്വസിക്കുമെന്ന് പറഞ്ഞില്ല, മറുപടി നൽകുമെന്നാണ് പറഞ്ഞത്. ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരും. അദ്ദേഹം പറയുന്നു, എനിക്ക് ഇതിനു മുമ്പ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ നടക്കാൻ ഖാദിയാനിൽ പല തവണ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിതാവിന്റെ കൂടെ ഞാൻ വേഗം ഖാദിയാനിൽ വന്നു. രാവിലെ ഹുസൂറിന്റെ കൂടെ നടക്കാൻ പോയി. ഹുസൂർ നടക്കുമ്പോൾ വളരെ വേഗത്തിലാണ് നടക്കാറുള്ളത്. ഹുസൂറിന്റെ ഒപ്പം എത്തുന്നതിനായി എനിക്ക് ചിലപ്പോൾ ഓടേണ്ടി വരുമായിരുന്നു. യാദൃച്ഛികമെന്ന് പറയട്ടെ, അന്ന് കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പൊടിപടലങ്ങൾ എല്ലാ സ്ഥലത്തും പതിക്കുന്നുണ്ടായിരുന്നു. ഹുസൂർ തിരിച്ചു വന്ന് തന്റെ കൂടെ വന്നവരുമായി വിട പറയാൻ ഗോൾ കമരയുടെ മുമ്പിൽ നിന്നപ്പോൾ എല്ലാവരും തന്നെ ഹുസൂറിന്റെ ചുറ്റും വട്ടമിട്ടു നിന്നു. ഞാൻ അവരെയെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് ഹുസൂറിന്റെ അടുത്തേക്ക് പോയി നിന്നു. മറ്റുള്ളവരുടെയും ഹുസൂറിന്റെയും മുഖം സശ്രദ്ധ ഞാൻ വീക്ഷിച്ചു. അപ്പോൾ ഞാൻ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. ഹുസൂറിന്റെ മുഖത്ത് പൊടിപടലത്തിന്റെ ഒരു അടയാളം പോലും കാണാൻ സാധിച്ചിരുന്നില്ല. മറ്റുള്ളവരുടെ മുഖങ്ങളിലും നല്ലതുപോലെ പൊടിപടലങ്ങൾ പറ്റിപ്പിടിച്ചിരുന്നു. ഞാൻ ഈ കാര്യം ആ ദിവസം തന്നെ ഖലീഫ അവലിനോട് പറഞ്ഞു, റളിയല്ലാഹു തആല അൻഹുവിനോട്. ഹുസൂർ പറഞ്ഞു, മസീമൂദിന് ഇങ്ങനെ ഉണ്ടാവുക എന്നത് ഒരു അടയാളമാണ്. തിരിച്ചു നിന്ന് ലാഹോറിൽ വന്ന് പള്ളിയിലെ ഇമാമിനോട് ഈ കാര്യം പറഞ്ഞു. അതോടൊപ്പം ഈ കാര്യം ഖലീഫ അവലിനോട് പറഞ്ഞതും പറയുകയുണ്ടായി. ഇത് മസീഹിന്റെ അടയാളമാണെന്ന് അദ്ദേഹം പറഞ്ഞതും കേൾപ്പിക്കുകയുണ്ടായി. ഉടനെ ആ മൗലവി പറഞ്ഞത്, ഞാൻ ഇതൊന്നും അംഗീകരിക്കുകയില്ല, ഇതെല്ലാം നൂറുദ്ദീൻ പഠിപ്പിച്ചു വിട്ടതാണ്. ചുരുക്കത്തിൽ അദ്ദേഹത്തിന് ഇത് സ്വീകരിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചില്ല. ഞാൻ സ്വന്തം കണ്ടുകൊണ്ട് ആ അടയാളം കാണുകയുണ്ടായി. ഷേർ മുഹമ്മദ് സാഹിബ് പറയുന്നു, ഞാനൊരിക്കൽ സ്വപ്നം കാണുകയുണ്ടായി. ഒരു കിണറിൽ നിറയെ പാലാണ്. ചിലർക്ക് ഞാൻ ആ കിണറിൽ നിന്ന് പാൽ ബക്കറ്റിൽ നിറച്ച് കുടിപ്പിക്കുന്നു. അങ്ങനെ ആ കിണർ വറ്റിപ്പോകുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ മൗലവി ഫത്തുദ്ദീൻ സാഹിബിന്റെ അടുത്ത് പോയി ഈ സ്വപ്നം കേൾപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ മൗലവി അബ്ദുൽ കരീം സാഹിബിന്റെ അടുത്തേക്ക് പോവുക, അതല്ലെങ്കിൽ മൗലവി നൂറുദ്ദീൻ സാഹിബിന്റെ അടുത്തേക്ക് പോവുക. ഇത് കേട്ടപ്പോൾ ഞാൻ ഖാദിയാനിൽ വന്നു. മൗലവി അബ്ദുൽ കരീം സാഹിബിന് ഈ സ്വപ്നം കേൾപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, പാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൽമാണ്, അറിവാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരക്ഷരം പോലും പഠിക്കാത്തവനാണ്. അദ്ദേഹം പറഞ്ഞു, ഈ അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു പഠിപ്പിക്കുന്ന അറിവാണ്. ബക്കറ്റ് നിറച്ച് കുടിപ്പിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലരും താങ്കൾ മുഖേന മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദം മനസ്സിലാക്കുന്നതാണ്. കിണർ വറ്റിപ്പോകുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ തബ്ലീഗ് ചെയ്യുന്നതിൽ നിന്നും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ മഹദിയാണെന്ന് പറയുന്നതിൽ നിന്നും തടയുന്നവർ ഒരു നാൾ താങ്കളുടെ മുമ്പിൽ വറ്റി വരണ്ട് പരാജിതരായി തീരുന്നതാണ്. പറയുന്നു, ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാവുകയുണ്ടായി. എന്റെ ഗ്രാമത്തിൽ എനിക്ക് ശക്തമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും എന്റെ തബ്ലീഗും അള്ളാഹുവിന്റെ സഹായവും ഹുസൂറിന്റെ ദുആയും മുഖേന അവരെല്ലാം അഹമ്മദികളായി തീർന്നു. ഖാസി മുഹമ്മദ് യൂസുഫ് സാഹിബ് പറയുന്നു, ഞാൻ പല സ്ഥലത്തും പര്യടനം നടത്തിക്കൊണ്ടിരുന്നു. മൽദാനിലെ വ്യക്തിയാണ് ഇദ്ദേഹം. ഇന്ത്യയിൽ ബോംബെ, കറാച്ചി, ഡൽഹി, ആഗ്ര, സിംല, കൽക്കത്ത എന്നീ നഗരങ്ങൾ കാണാൻ സാധിച്ചു. ബലൂചിസ്ഥാനിൽ സിദ്ദി, ക്വട്ട, മസ്താൻ എന്നിവ കാണുകയുണ്ടായി. അഫ്ഗാനിസ്ഥാനിൽ ജലാലാബാദ്, കാബൂൾ, ചാരേക്കാർ, നുമാനി എന്നിവ കണ്ടു. പഞ്ചാബിൽ കൂഹ്, മെരി, കാദിയാൻ, ഗുരുദാസ്പൂർ, അമൃത്സർ, റാവൽപിണ്ടി, സിയാൽകോട്ട്, ലാഹോർ, വസീറാബാദ് എന്നിവ കണ്ടു. സർഹദ് മറ്റു സ്ഥലങ്ങളിൽ കണ്ടു. ജമ്മു കാശ്മീർ കണ്ടു. റോസാബല്ലിൽ യൂസഫ് ആസഫിന്റെ ഖബർ കണ്ടു. അത് മഹല്ല ഖാനിയാറിലായിരുന്നു ഉള്ളത്. ഞാൻ ബയ്യത്ത് ചെയ്തപ്പോൾ പിഷാവറിലെ സ്കൂളിലെ എല്ലാ കുട്ടികളുടെ ഇടയിലും കാദിയാനി എന്നും മിർസ കാദിയാൻ എന്നും ഞാൻ പ്രസിദ്ധനാവുകയുണ്ടായി. ബയ്യത്ത് ചെയ്ത അന്ന് തന്നെ സ്കൂൾ ഒന്നടങ്കം അറിഞ്ഞു.
ഫുട്ബോൾ ഫീൽഡിൽ പോകുമ്പോൾ ഷാഹിബാഗിൽ ഇത് തന്നെയായിരുന്നു ചർച്ച. അഹമ്മദിയത്തിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞു. ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നിത്യവും ചർച്ചയും സംവാദവും നടന്നുകൊണ്ടിരുന്നു. സ്കൂളിൽ, ഷാഹിബാഗിൽ എവിടെ ചെന്നാലും ഇത് തന്നെയായിരുന്നു സംസാരം. എന്റെ ഔദ്യോഗിക കാലത്ത് ഇത് സ്കൂളിൽ നിന്നും ആ പട്ടണത്തിൽ നിന്നും എല്ലാം പുറത്തു കടന്ന് പിഷാവറിന് ചുറ്റും മറ്റു പ്രദേശങ്ങളിലും ഇത് വ്യാപിച്ചു. കാരണം സർഹദിലെ എല്ലാ ജില്ലകളിലും ഹോണറബിൾ ചീഫ് കമ്മീഷണറുടെ കൂടെ സന്ദർശനത്തിൽ പോകാറുണ്ടായിരുന്നു. ഇസ്ലാമിയ കോളേജിലും മിഷൻ കോളേജിലുമാണ് സർഹദിലെ എല്ലാ കുട്ടികളും പഠിച്ചിരുന്നത്. അവരെ ബോർഡിങ്ങിൽ പോയി കണ്ടിരുന്നു. അവിടെയും തബ്ലീഗ് ചെയ്തിരുന്നു. ഞാൻ മുഖേന സർഹദിലെ എല്ലാ സ്ഥലത്തും അഹമ്മദിയത്തിന്റെ തബ്ലീഗ് എത്തി. എഴുത്ത് മുഖേനയും പ്രഭാഷണങ്ങൾ മുഖേനയും സന്ദേശം എത്തി. കൂടുതൽ പേര് അഹമ്മദിയത്തിൽ പ്രവേശിച്ചു കൊണ്ടിരുന്നു. ഞാൻ മുഖേന അഹമ്മദീയത്തിൽ പ്രവേശിച്ചവരും അല്ലെങ്കിൽ അവർ മുഖേന അഹമ്മദിയത്തിൽ പ്രവേശിച്ചവരുടെയും എണ്ണം ഏകദേശം 200-250 വരും. ഇവരിൽ ചിലർ വഫാത്തായി, ചിലർ ഇപ്പോഴുമുണ്ട്. രണ്ടാം ഖിലാഫത്ത് കാലത്ത് അവരിൽ ചിലർ പൈഗാമികളായി മാറി, ചിലർ അഹമ്മദിയത്തിൽ അടിയുറച്ചു നിന്നു. ഹദ്റത്ത് അഹമ്മദ്ദീൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, മാനാ സാഹിബിന്റെ മകനാണ് ഇദ്ദേഹം. ഞാൻ ജുമുഅ ഖുത്ബയിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവിലൂടെ കേട്ടു. ആ മഹാത്മാവ് പറഞ്ഞു, എന്റെ ജമാഅത്തിലെ അജ്ഞർ പോലും മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്നതാണ്. മറ്റുള്ളവർക്ക് ഇവരെ നേരിടാൻ സാധ്യമല്ല. ഇത് സത്യമാണെന്ന് അനുഭവത്തിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അറിവില്ലാത്തവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനുമാണ്. എന്നിട്ടും അഹമ്മദി പണ്ഡിതന്മാരെ പൂർണ്ണമായും ഉത്തരം മുട്ടിച്ചിട്ടുണ്ട്. ഏതുവരെ എന്നാൽ നീ അറിവില്ലാത്തവനും വിദ്യാസമ്പന്നനും അല്ല എന്ന് പറയുന്നത് കളവാണ് എന്ന് പോലും അവർ പറയുകയുണ്ടായി. അതിൽ ഡോക്ടർ മുഹമ്മദ് ബക്ഷ് സാഹിബ് പറയുന്നു, കാലേ ഖാൻ സാഹിബാണ് പിതാവ്. 1903 കത്ത് മുഖേന ഛാവനി ജില്ല ഷിംലയിൽ നിന്ന് ഞാൻ ബയ്യത്ത് ചെയ്തു. 1902 ഹുസൂറിനെ നേരിൽ കണ്ടു. ആ സമയത്ത് തലയിൽ മൈലാഞ്ചിട്ട് തുണി കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. തുണിയാണ് ഉടുത്തിരുന്നത്. മസ്ജിദ് മുബാറക്കിന്റെ അടുത്തുള്ള റൂമിൽ വരാന്തയിൽ കട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ 4-5 ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് കൈ കൊടുത്തു. ഓരോരുത്തരുടെയും അവസ്ഥ അന്വേഷിച്ചു. എന്നോട് ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത്? കപൂർത്തലയിലെ കീനോ വാലി എന്ന സ്ഥലത്ത് നിന്നാണ്, അവധി എടുത്താണ് വന്നത് എന്ന് ഞാൻ പറഞ്ഞു. തോപ്ഖാനയിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റക്ക് അവിടെ അഹമ്മദിയാണ്. സൈന്യത്തിൽ തബ്ലീഗ് ചെയ്യുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എനിക്ക് താല്പര്യമുണ്ട്, വളരെ പ്രയാസമാണ്. ഓഫീസർമാർ തബ്ലീഗ് ചെയ്യാൻ അനുവദിക്കില്ല. ഹുസൂർ പറഞ്ഞു, നിങ്ങൾ ഒറ്റയാനായി ഇരിക്കുകയില്ല. സ്ഥിരചിത്തതയോടുകൂടി അഹമ്മദിയത്തിന്റെ തബ്ലീഗ് ചെയ്തുകൊണ്ടിരിക്കുക, ഭയപ്പെടേണ്ട. ഹുസൂർ ചോദിച്ചു, ക്യാമ്പിൽ ഒരു സ്ഥലത്ത് മാത്രമാണോ നിങ്ങൾ നിൽക്കാറുള്ളത്? പറഞ്ഞു, ഓരോ 3 വർഷവും കൂടുമ്പോഴും ക്യാമ്പ് മാറുന്നതാണ്. പറഞ്ഞു, എവിടെ പോയാലും അവിടെയുള്ള ജമാഅത്തുമായി ബന്ധപ്പെടുക. ഇത് അടിസ്ഥാനപരമായ കാര്യമാണ്. എവിടെ പോയാലും ഓരോ അഹമ്മദിയും ജമാഅത്തുമായി ബന്ധം നിലനിർത്തേണ്ടതാണ്. ഹദ്റത്ത് മാമു ഖാൻ സാഹിബ് വിവരിക്കുന്നു, 1902 ഞാനൊരു സ്വപ്നം കണ്ടു. ചന്ദ്രൻ ആകാശത്ത് നിന്ന് എന്റെ മടിത്തട്ടിൽ വീണിരിക്കുന്നു. സയ്യിദ് മുഹമ്മദ് ഷാ സാഹിബ് മർഹൂമിനോട് ഞാൻ ഈ സ്വപ്നം കേൾപ്പിച്ചു. അദ്ദേഹം മുഖ്ലിസായ ഒരു അഹമ്മദി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ആദരവ് ലഭിക്കുന്നതാണ്, അതല്ലെങ്കിൽ ഒരു ഭക്തനെ നിങ്ങൾ ബയ്യത്ത് ചെയ്യുന്നതാണ്. അന്ന് എൻ്റെ വയസ്സ് 24 ആയിരുന്നു. സയ്യിദ് മുഹമ്മദ് സാഹിബ് മാച്ചിവാലയുടെ സ്കൂളിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം എന്നോട് തബ്ലീഗ് ചെയ്യാൻ തുടങ്ങി. പണ്ഡിൽ എഖ്റാമിന്റെ പ്രവചനം അക്കാലത്ത് ചർച്ചാ വിഷയമായിരുന്നു. ഞാൻ ഷാ സാഹിബിനോട് പറഞ്ഞു, പണ്ഡിൽ എഖ്റാമിനെ കുറിച്ചുള്ള പ്രവചനം സത്യമായി പുലർന്നാൽ ഞാൻ ബയ്യത്ത് ചെയ്യുന്നതാണ്. ഈ പ്രവചനം പൂർത്തിയാവുകയുണ്ടായി. ഉടനെ ഞാൻ ബയ്യത്ത് ചെയ്തു. ആ സമയത്ത് മൗലവി അബ്ദുൽ കരീം സാഹിബ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. സയ്യിദ് മുഹമ്മദ് സാഹിബിനോട് ബയ്യത്തിന്റെ കത്ത് ഞാൻ എഴുതിപ്പിച്ചു. ഹുസൂറിന്റെ അടുത്ത് അത് സമർപ്പിക്കപ്പെട്ടു. മൗലവി അബ്ദുൽ കരീം സാഹിബിനോട് മറുപടി അയക്കാൻ പറഞ്ഞു. എന്റെ പേരിലുള്ള കത്ത് എനിക്ക് കിട്ടി, ബൈത്ത് അംഗീകരിച്ചിരിക്കുന്നു എന്നതിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഹുസൂർ ദുആ ചെയ്തിട്ടുണ്ട്. 1904 കത്ത് മുഖേന ഞാൻ ബയ്യത്ത് ചെയ്തു. 1906 കാദിയാനിൽ വന്ന് നേരിട്ട് കയ്യിൽ ബയ്യത്ത് ചെയ്തു.
ഹദ്രത്ത് മിയ അബ്ദുൾ റഷീദ് സാഹിബ് വിവരിക്കുന്നു, ലാഹോറിൽ ഒരു അനഹമ്മദിയുടെ കുട്ടി റെയിൽവേയിൽ ജോലി ചെയ്യുകയായിരുന്നു. അവൻ ആര്യ സമാജ ചിന്താഗതിക്കാരനായി മാറി. അവന്റെ മാതാപിതാക്കൾക്ക് ഇതിൽ വലിയ വിഷമം തോന്നി. അവർ അവനെ ഷാഹി മസ്ജിദിലെ ഒരു മൗലവിയുടെ അടുത്ത് കൊണ്ടുപോയി. ആ കുട്ടി ആര്യ സമാജികളുടെ ചില ആക്ഷേപങ്ങൾ മൗലവി സാഹിബിന്റെ മുമ്പാകെ സമർപ്പിച്ചു. അത് കേട്ടപ്പോൾ മൗലവി ചൂടായി അവനെ അടിക്കാനായി എഴുന്നേറ്റു. അപ്പോൾ ആ യുവാവ് തന്റെ തലപ്പാവുമെല്ലാം അവിടെ ഊരിയിട്ട് ഓടി രക്ഷപ്പെട്ടു. ജനങ്ങളും അവന്റെ പിന്നാലെ ഓടി. ജനങ്ങളുടെ ഈ അവസ്ഥ കണ്ട് അഹമ്മദ്ദീൻ സാഹിബ് എന്ന അഹമ്മദിയും അവരുടെ കൂടെ ഓടി. ആ കുട്ടിയുടെ വീട് വരെ പോയി. സംഭവം എന്താണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. ആ കുട്ടിയുടെ അവസ്ഥ എന്നോട് വിവരിച്ചു. അവനെ പോയി കാണണമെന്ന് പറഞ്ഞു. അവന്റെ ചിന്താഗതികളിൽ മാറ്റം വരുത്തണം. ഒരു മുസൽമാൻ എന്തുകൊണ്ട് ആര്യസമാജിയായി തീർന്നു എന്ന വേദനയായിരുന്നു. ഇത് അഹമ്മദിയാണ് വേദനിക്കുന്നത്. മൗലവിയാണെങ്കിൽ അടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ആ കുട്ടിയുടെ വീട്ടിൽ പോയി. ആദ്യമൊക്കെ സംസാരിക്കാൻ അവൻ വിസമ്മതിച്ചു. ഞാൻ ആര്യസമാജി ആയി കഴിഞ്ഞിരിക്കുന്നു എന്നും നിങ്ങളുടെ സംസാരം എനിക്ക് ഏൽക്കുകയില്ലെന്ന് തുറന്നു പറഞ്ഞിരുന്നു. മാംസാഹാരമെല്ലാം ഉപേക്ഷിച്ച് ആര്യ സമാജരുടെ രീതി അവലംബിച്ചിരുന്നു. അവരുടെ സദസ്സുകളിൽ പോകും, അവരുടെ ആരാധനയിൽ പങ്കെടുക്കും. പറഞ്ഞു ഞാൻ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ എന്നോട് താല്പര്യമുണ്ടായി. നടക്കാൻ പോകുമ്പോൾ കൂടെ തന്നെ ഞാനും പോകും. ചിലപ്പോൾ അവന് വേണ്ടി ഞാൻ കാത്തിരിക്കും, നടക്കാൻ പോകുമ്പോൾ കൂടെ പോകാൻ വേണ്ടി. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ഈസ്റ്ററിന്റെ അവധി വന്നു. ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ കൂടെ കാദിയാനിൽ വന്നാലും. എന്നാൽ അവൻ അതിന് തയ്യാറായിരുന്നില്ല. ഞാൻ മൗലവിമാരുടെ അടുത്തേക്ക് തന്നെ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഖണ്ഡിതമായി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ കാദിയാനിൽ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. താങ്കളോട് അപമര്യാദയായി ആരും പെരുമാറുകയില്ല. എന്ത് തന്നെ ആക്ഷേപമുണ്ടെങ്കിലും പറയാവുന്നതാണ്. ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ഏറെ നിർബന്ധിച്ചതിന് ശേഷം അവൻ സമ്മതിച്ചു. ഞങ്ങൾ കാദിയാനിലേക്ക് പോയി. അവിടെ പോയി മൗലവി ഹക്കീം നൂറുദ്ദീൻ സാഹിബ് റളിയല്ലാഹു അൻഹു ഖലീഫ അവലിനെ കാണുകയുണ്ടായി. അദ്ദേഹം വളരെ വാത്സല്യത്തോടെയാണ് പെരുമാറിയത്. പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് തന്നെ ആക്ഷേപമുണ്ടെങ്കിലും പറയുക, മറുപടി നൽകുന്നതാണ്. ഞാൻ പറഞ്ഞു, ഹുസൂർ, ഇപ്പോൾ മാംസാഹാരമെല്ലാം ഇദ്ദേഹം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഹിന്ദുക്കളുടെ ജീവിത ശൈലിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. മൗലവി സാഹിബ് ഉടനെ തന്റെ വീട്ടിൽ നിന്ന് കുറെ പരിപ്പും കുറച്ച് റൊട്ടിയും എടുത്ത് അവന് വേണ്ടി മെഹ്മാൻ ഖാനയിലേക്ക് അയച്ചു. ഇത് കണ്ടപ്പോൾ തന്നെ അവൻ അത്ഭുതപ്പെട്ടു. എന്റെ ഭക്ഷണത്തെ കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നോർത്ത്. ളുഹർ നമസ്കാരത്തിന് ഞാൻ പോയപ്പോൾ അവനെയും കൂടെ കൊണ്ടുപോയി. നമസ്കാരത്തിന് ശേഷം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മസ്ജിദ് മുബാറക്കിൽ ഇരുന്നു. ആ ദിവസങ്ങളിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആര്യന്മാർക്ക് വേണ്ടി ഒരു ലേഖനം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആര്യ സമാജികളുടെ ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന് മറുപടി സദസ്സിൽ കേൾപ്പിച്ചു. ഇത് ആ കുട്ടികൾ വളരെയധികം സ്വാധീനം ഉണ്ടാക്കുകയുണ്ടായി. അങ്ങനെ പല ആക്ഷേപങ്ങളും സ്വയം അകന്നുകൊണ്ടിരുന്നു. ഇസ്ലാമിനോട് പ്രത്യേക താല്പര്യം ജനിക്കുകയുണ്ടായി. അസർ നമസ്കാരത്തിന് ശേഷം ഞാൻ അവനെ മൗലവി സാഹിബിന്റെ ദർസുൽ ഖുർആൻ കേൾക്കാൻ കൊണ്ടുപോയി. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹു ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തും ദർസുൽ ഖുർആൻ നൽകാറുണ്ടായിരുന്നു. അത് മസ്ജിദുൽ അഖ്സയിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും മൗലവി സാഹിബിന്റെ അടുത്ത് ചെന്നു. ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലും. മൗലവി സാഹിബ് പറഞ്ഞു, ഇദ്ദേഹത്തിന് എന്താണ് ആക്ഷേപമുള്ളത് അത് പറഞ്ഞാലും. അവൻ മാംസം ഭക്ഷിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു. അതിന് വളരെ നല്ല മറുപടി മൗലവി സാഹിബ് പറഞ്ഞു. അത് അവന് വളരെയധികം തൃപ്തിയായി. മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം മസ്ജിദ് മുബാറക്കിൽ ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് ഞങ്ങൾ ചെന്നു. ഹുസൂർ അലൈഹി സ്വലാം നസീനിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മൗലവി അബ്ദുൽ കരീം സാഹിബ് മുഖേനയാണ് ജനങ്ങൾ പൊതുവിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ഈ കുട്ടി സംസാരമെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അതിനുശേഷം അവൻ ഒരാക്ഷേപം ഉന്നയിച്ചില്ല. അടുത്ത ദിവസം ളുഹർ നമസ്കാരത്തിന് വുളു ചെയ്ത് നമസ്കരിച്ചു. ആ ദിവസവും മൗലവി സാഹിബിന്റെ ദർസ് ഞങ്ങൾ കേട്ടു. മൂന്നാം ദിവസം ഈ കുട്ടി ഹുസൂറിനെ ബൈഅത്ത് ചെയ്ത് ഇസ്ലാമിൽ വീണ്ടും പ്രവേശിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് ഇസ്ലാമിനോട് പ്രത്യേകമായ സ്നേഹമാണ്. ആര്യ സമാജക്കാരുടെ സദസ്സിൽ ചെന്ന് ഇസ്ലാമിന്റെ മഹത്വങ്ങൾ വിവരിക്കാറുണ്ട്.
ആര്യ സമാജക്കാരുടെ ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്നു. മുസ്ലിമായിരുന്ന ഒരു വ്യക്തിയെ നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിച്ചിട്ടില്ല. ആ ഒരു വേദനയായിരുന്നു ഇവർക്കുള്ളത്. അവനെ രക്ഷിക്കാൻ അവർ പാടുപെട്ടു. മുഗൾ സാഹിബ് എന്നറിയപ്പെടുന്ന മിയാൻ അബ്ദുൽ അസീസ് സാഹിബ് പറയുന്നു, നീലെ ഗുംബദിൽ ഒരു പഠാൻ മൗലവി ഉണ്ടായിരുന്നു. പഠാൻ മൗലവിമാരുടെ അവസ്ഥ പറയുകയാണ്. അദ്ദേഹത്തിന് ഞാൻ തബ്ലീഗ് ചെയ്തു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സത്യവാനാണെന്ന് അദ്ദേഹം അംഗീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്ന് വെറുതെ തബ്ലീഗ് ചെയ്യുകയാണ്. കാരണം ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ പിന്നെ അത് മാറ്റുകയില്ല. ആ മൗലവിയെ കുറിച്ച് പറഞ്ഞു കേട്ടത് അയാൾ പിന്നീട് ആത്മഹത്യ ചെയ്തു എന്നാണ്. മറ്റൊരു മൗലവിയുടെ സംഭവം കൂടിയുണ്ട്. അദ്ദേഹം യാദൃച്ഛികമായി പഠാൻ തന്നെയാണ്. അയാളും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതായാണ് പറയപ്പെടുന്നത്. ലോഹാരി മണ്ടിയിൽ അദ്ദേഹത്തിനൊരു കടയുണ്ടായിരുന്നു. ഞങ്ങൾ അതിലെ കടന്നു പോകുമ്പോൾ ഞങ്ങളെ നോക്കി അതാ കാഫിർ പോകുന്നു എന്ന് പറയുമായിരുന്നു. ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഒന്ന് അന്വേഷിച്ച് നോക്കിക്കൂടെ, വെറുതെ കാഫിർ എന്ന് പറയുന്നത് എന്തിനാണ്? അയാൾ പറഞ്ഞു, അള്ളാഹ് തന്നെ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അതേ മറുപടി. അതിൽ മുൻഷി ഖാസി മുഹമ്മദ് ആലം സാഹിബ് വിവരിക്കുന്നു, ഞാൻ മിയ മൂസ സാഹിബിന് തബ്ലീഗ് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ കാദിയാനിലേക്ക് അയച്ചു. എന്നാൽ ബയ്യത്ത് ചെയ്യാതെ കാദിയാനിൽ നിന്നും തിരിച്ചു വന്നു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ബദർ പത്രം അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിക്കും. ഒരു ദിവസം ഒരു ഹദീസ് ഞാൻ അദ്ദേഹത്തെ കേൾപ്പിച്ചു. ഒരു ബദവി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് അയാൾ ചോദിച്ചു, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. ആ പദവി ഇത് കേട്ട് ബയ്യത്ത് ചെയ്തു. തന്റെ ഗോത്രത്തെയും ബയ്യത്ത് ചെയ്യുന്നതിന് കൊണ്ടുവന്നു. ഈ സംഭവം ഞാൻ മുഹമ്മദ് മൂസ സാഹിബിനെ കൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തെയും ഇത് പ്രത്യേകം സ്വാധീനിക്കുകയുണ്ടായി. അദ്ദേഹം ഉടനെ ഒരു കത്ത്, അന്ന് കാർഡിലാണ്, പോസ്റ്റ് കാർഡിലാണ് എഴുതാറ്, ഒരു കാർഡ് എടുത്ത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചു. താങ്കൾ തന്നെയാണ് മസീഹ് മൗദ് എന്നും സത്യം ചെയ്ത് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ എന്നാണ് അതിൽ എഴുതിയിരുന്നത്. ഈ കാർഡ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമക്ഷം എത്തിയപ്പോൾ മൗലവി അബ്ദുൽ കരീം സാഹിബിനോട് പറഞ്ഞു, ഇങ്ങനെ മറുപടി എഴുതുക, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ വാഗ്ദത്ത മസീഹ് ഞാൻ തന്നെയാണെന്ന് അള്ളാഹുവിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്യുന്നു. ഈ കത്തിൽ മൗലവി അബ്ദുൽ കരീം സാഹിബ് തന്റെ ഭാഗത്ത് നിന്ന് 1-2 വരികൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതായത്, താങ്കൾ അള്ളാഹുവിന്റെ മസീഹിനോട് സത്യം ചെയ്യിപ്പിച്ചു, അതുകൊണ്ട് ഒന്നെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ദൈവശിക്ഷ പ്രതീക്ഷിച്ചിരിക്കുക. ഈ കത്ത് എത്തിയപ്പോൾ മുഹമ്മദ് മൂസ സാഹിബ് തന്റെയും കുടുംബത്തിന്റെയും ബയ്യത്ത് ഉടനെ അറിയിച്ചുകൊണ്ട് കത്തയക്കുകയുണ്ടായി. പറയുന്നു, അങ്ങനെ എന്നെ ഒറ്റക്ക് വിടാതെ അള്ളാഹു അദ്ദേഹത്തെയും എന്റെ കൂടെ കൂട്ടി. മുൻഷി ഖാസി മഹബൂബ് ആലം സാഹിബ് വിവരിക്കുന്നു, ലാഹോറിൽ ഒരു വക്കീൽ ഉണ്ടായിരുന്നു. പേര് കരീം ബക്ഷ് എന്നും വിളിപ്പേര് ബക്കര എന്നുമായിരുന്നു. ഇതെന്ത് പേരാണാവോ വെച്ചത്? അയാൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ മോശമായി ആക്ഷേപിച്ചിരുന്നു. ഒരിക്കൽ സംസാരം മധ്യേ അയാൾ ചോദിച്ചു, മസീഹ് മരിച്ചു എന്ന് ആരാണ് പറയുന്നത്? ഞാൻ പറഞ്ഞു, ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായിട്ടുണ്ടെന്ന് ഞാൻ തെളിയിക്കാം. ഉടനെ അയാൾ എന്റെ മുഖത്തൊരൊറ്റയടി. എനിക്ക് ബോധം നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ വീണു. അവിടെ നിന്ന് പിന്നീട് തിരിച്ചുപോയി. അടുത്ത ദിവസം ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, കരീം ബക്ഷ് ഉർഫ് ബക്കര എന്ന ആ വ്യക്തി ഒരു പൊട്ടിപ്പൊളിഞ്ഞ കട്ടിലിൽ ഇരിക്കുന്നു. അയാളുടെ കട്ടിലിനു താഴെ ഒരു കുഴിയുണ്ട്. അതിലേക്ക് അയാൾ വീഴുകയാണ്. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് അത്. രാവിലെ എഴുന്നേറ്റ് ഞാൻ അയാളുടെ അടുത്ത് ചെന്നു. നീ നിന്യനായി തീരുമെന്ന് എനിക്ക് സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടു എന്ന് അറിയിച്ചു. അതിനുശേഷം കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ അവിഹിത ബന്ധത്തിൽ ഗർഭിണിയായി. അങ്ങനെ നിന്യനായി തീർന്നു. അബോർഷൻ ചെയ്തതിന്റെ ഫലമായി മകൾ മരിക്കുകയും ചെയ്തു. ഇത് പോലീസ് അറിഞ്ഞു. അന്വേഷണം വന്നു. അയാളുടെ കുറെ പണം ഇതിനായി ചെലവഴിക്കപ്പെട്ടു. നിന്യനായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയായി. ഒരിക്കൽ ഞാൻ അയാളോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചീത്ത പറയാറില്ലേ? അതിന്റെ പരിണിത ഫലമാണ് ഈ അനുഭവിക്കുന്നത്. അതിനൊരു മറുപടിയും അയാളുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇക്കാലത്ത് പാകിസ്ഥാനിൽ നല്ല നിലയിൽ ഒരു മൗലവിയോട് നിങ്ങൾ വല്ലതും പറഞ്ഞാൽ നിയമത്തിന്റെ മറ പിടിച്ച് അവർ നമ്മെ പിടിപ്പിക്കും.
മുമ്പ് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. अपनी इज्जत को नाम को आ हजरत सल्लल्लाहु अलैहि वसल्लम की इज्जत के साथ मंसूब തന്റെ അഭിമാനത്തെ साल का मुकदमा करवा देते हैं। ये तो हाल തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനവുമായി കൂട്ടി आलम साहब बयान करते हैं തിരുനബിയെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു. कैसे हो गया। तो मैंने अपनी ഇന്നുള്ള അവസ്ഥയാണിത്. ഹദ്റത്ത് മുൻഷി ഖാസി മെഹബൂബ് ആലം സാഹിബ് വിവരിക്കുന്നു, അൽ സാഹിബിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ നിക്കാഹ് നടക്കുകയുണ്ടായി. ഞാൻ എന്റെ അമ്മയെ തബ്ലീഗ് ചെയ്തു. ये हजरत साहब की खिदमत അവരെ ഇത് സ്വാധീനിച്ചു. എന്നാൽ ബയ്യത്ത് ചെയ്തിരുന്നില്ല. ഒരിക്കൽ അവർ തന്റെ ആഭരണം അയച്ച് എനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് ഹദ്റത്ത് സാഹിബിന് നൽകുക. എന്നിട്ട് പറയുക, ഇതിന്റെ പ്രതിഫലം എനിക്ക് ഖിയാമത്തിൽ കിട്ടട്ടെ. की मेरी सास ने दिया है। ഞാൻ ആഭരണവുമായി കാദിയാനിൽ വന്നു. ഹദ്റത്ത് അഖ്ദസിന് കൊടുത്തു. ഇത് എന്റെ അമ്മായിയമ്മ തന്നതാണെന്ന് പറഞ്ഞു. ഇതിന്റെ പ്രതിഫലം എനിക്ക് ഖിയാമത്തിൽ കിട്ടട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയിച്ചു. ഹുസൂർ അത് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് തആല ഇതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ്. കുറെ കഴിഞ്ഞ് അവർ വഫാത്തായപ്പോൾ ഞാൻ അവരുടെ ജനാസ നമസ്കരിച്ചിരുന്നില്ല. കാരണം അവർ ബാഹ്യമായി ബയ്യത്ത് ചെയ്തിരുന്നില്ല. ഹദ്റത്ത് അഖ്ദസിന്റെ അടുത്ത് 1906 ഞാൻ പോയപ്പോൾ ഭാര്യ മാതാവ് വഫാത്തായതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവരുടെ ജനാസ നമസ്കരിച്ചിട്ടില്ല. ഉദർ പറഞ്ഞു, അവരുടെ ജനാസ നമസ്കരിക്കേണ്ടതായിരുന്നു. കാരണം അവർ തന്റെ പ്രവർത്തന മുഖേന ഞാൻ അഹമ്മദിയാണെന്ന് കാണിച്ചിരിക്കുന്നു. അവരുടെ ചുറ്റുപാട് കാരണമായോ അറിവില്ലാത്തത് കാരണമായോ ബയ്യത്ത് ചെയ്തിട്ടില്ല. എന്നാൽ അവരുടെ പ്രവർത്തനത്തിലൂടെ അഹമ്മദിയാണെന്ന് അവർ കാണിച്ചു. ഇസ്ലാമിക പ്രചാരണവും അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കലും എന്ന ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമന ലക്ഷ്യത്തിനായി തന്റെ ഇഷ്ടപ്പെട്ട വസ്തു, പ്രത്യേകിച്ച് അക്കാലത്ത് ഇഷ്ടപ്പെട്ടത്, ഇക്കാലത്തും സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ്, ഇസ്ലാം മത പ്രചാരണത്തിനായി തന്റെ ആഭരണം നൽകുകയുണ്ടായി. ഖിയാമത്തിനെ കുറിച്ചുള്ള ഭയവും ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനുള്ള ആഗ്രഹം यहाँ ये भी वाज़ेह हो जाए ഹൃദയത്തിലുണ്ടായിരുന്നു. कि जो कोई ये कह दे എന്നാൽ हम बुरा ഇവിടെ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അഹമ്മദികളെ മോശമായി കരുതുന്നില്ല എന്ന് പറയുന്നവരെ അഹമ്മദുകളായി കണക്കാക്കി കൂടാത്തതാണ്. माल ഈ സന്ദർഭം എന്നത് ആ സ്ത്രീ തന്റെ ധനം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമന ലക്ഷ്യം പൂർത്തിയാക്കുന്നതിനായി ഇസ്ലാമത പ്രചാരണത്തിനായി നൽകുകയുണ്ടായി. ഹൃദയത്തിൽ മോശമല്ലെന്ന് കരുതുന്നതോ അഹമ്മദികൾ നല്ലവരാണെന്ന് പറയുന്നതോ മാത്രം ചെയ്തതുകൊണ്ടാവില്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, മോശമായി കരുതുന്നില്ലെങ്കിൽ ഇത് പരസ്യമായി എന്തുകൊണ്ട് വെളിപ്പെടുത്തുന്നില്ല? തടസ്സങ്ങളില്ലെങ്കിൽ ബയ്യത്തും ചെയ്യേണ്ടതാണ്. ये काफ़ी नहीं है। ഞങ്ങൾ മോശമായി കണക്കാക്കുന്നില്ല എന്നത് മാത്രം അഹമ്മദിയാകാൻ മതിയായതല്ല. मौलाना गुलाम रसूल साहब അവസ്ഥകൾ നോക്കിയാണ് തീരുമാനമെടുക്കേണ്ടത്. ഹദ്റത്ത് മൗലാന ഗുലാം റസൂൽ സാഹിബ് രാജയ്ക്ക് വിവരിക്കുന്നു, ഞാൻ ബയ്യത്ത് ചെയ്തു, ഹദ്റത്ത് അഖ്ദസിന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചു, ഒരാവേശമുണ്ടായി, അങ്ങനെ തബ്ലീഗ് തുടങ്ങി. ആ ദിവസങ്ങളിൽ ഞാൻ തബ്ലീഗ് ചെയ്യുന്ന രീതി പ്രകാരമായിരുന്നു. 4-5 ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം കണ്ടാൽ അവിടെ ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് മുബാറക് ഹോ എന്ന് പറയും. അവർ ചോദിക്ക്, എന്തിനാണ് മുബാറക് പറഞ്ഞത്? ഞാൻ പറയും, ഇമാം മഹ്ദി വന്നിരിക്കുന്നു. ഇതുകൊണ്ട് ചിലർ പരിഹസിക്കും, ചിലർ കളിയാക്കും, ചിലർ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ അന്വേഷിക്കും. ഏതെങ്കിലും രീതിയിൽ സംസാരം തുടങ്ങും. അങ്ങനെ തബ്ലീഗിനുള്ള അവസരം ഞാൻ ഒരുക്കുമായിരുന്നു. तो आजकल തബ്ലീഗിനുള്ള അവസരങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത്. सारी जगहों पर ഇക്കാലത്ത് लीफलेटिंग जो कर रही हैं जमात നോട്ടീസുകൾ ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് മുഖേന തബ്ലീഗിനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു. ഒരു കടലാസ് കൊടുത്ത് ഇത് അഹമ്മദിയ ജമാഅത്തിന്റെ സമാധാന സന്ദേശമാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അങ്ങനെ കടമ കഴിഞ്ഞെന്ന് ധരിക്കരുത്. ആ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. കഴിയുന്നത്ര മുന്നോട്ട് കൊണ്ടുപോകേണ്ട ശ്രമിക്കേണ്ടതാണ്. ഇതേപോലെ പള്ളികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. 3 പള്ളികൾ ഉദ്ഘാടനം കഴിഞ്ഞു. അടുത്ത ഒരു മാസത്തിനുള്ളിൽ 3 പള്ളികൾ കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇവിടെ UK കാര്യമാണ് ഞാൻ പറയുന്നത്. UK ജമാഅത്തിന്റെ ശ്രദ്ധ ഇതിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇത് മുഖേന തബ്ലീഗിന്റെ വഴികൾ തുറക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കണം. അവിടെയുള്ള പ്രാദേശിക ജമാഅത്തുകൾ പ്രദേശവാസികളുമായി ബന്ധം സ്ഥാപിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. മസ്ജിദുകൾ ഉണ്ടാകുമ്പോൾ എവിടെയെല്ലാം എതിർപ്പുകൾ ഉണ്ടാകുന്നുവോ അവിടെ നമ്മളിലേക്ക് ശ്രദ്ധ ഉണ്ടാകുന്നു. ഇതുവരെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മസ്ജിദുകളുടെ റിപ്പോർട്ടുകൾ പറയുന്നത് ഇതാണ്.
മുമ്പ് ബന്ധപ്പെടാത്തവർ ഇപ്പോൾ ജമാഅത്തിനെ കുറിച്ച് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. അന്വേഷിക്കുന്നവരെ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. മൗലവി ഖുറാം റസൂൽ സാഹിബ് രാജകീയ വിവരിക്കുന്നു, മിയാ ഗുലാം മുഹമ്മദ് സാഹിബ് മൂസ സഅദാപൂർ ജില്ല ഗുജറാത്ത് സ്വദേശിയായിരുന്നു. ഞാൻ മുഖേനയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം അഹമ്മദിയത്തിൽ പ്രവേശിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആളുകളും മോദ സാദുല്ലാപൂരിലെ ഇമാം മസ്ജിദ് മൗലവി ഗൗസ് മുഹമ്മദ് സാഹിബ് അഹ്ലെ ഹദീസ് പണ്ഡിതനായിരുന്നു. ഇദ്ദേഹം എന്റെ തബ്ലീഗ് മുഖേനയാണ് അഹമ്മദിയത്തിൽ പ്രവേശിച്ചത്. മൗലവിമാരിലും സൽപ്രകൃതക്കാരുണ്ട്, അവർ ദീനിനെ മനസ്സിലാക്കുന്നു. ഇന്നും ഇങ്ങനെയുള്ളവരുണ്ട്. പാകിസ്ഥാനിലും മറ്റു നാടുകളിലുമുണ്ട്. മതകാര്യത്തിൽ തീവ്രരാണെങ്കിലും ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് തെറ്റായ പ്രചാരണം കേട്ടിട്ടുണ്ടെങ്കിലും സത്യാവസ്ഥ അറിയുമ്പോൾ, കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ബൈഅത്തിൽ പ്രവേശിക്കുന്നു. ഹസ്രത്ത് മിയാ മുഹമ്മദ് അബ്ദുള്ള സാഹിബ് വിവരിക്കുന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യം ഹാജി ഫദലുല്ല സാഹിബ് 1892 കാദിയാനിൽ പോയി ബൈഅത്ത് ചെയ്തു. ഹാജി സാഹിബ് എന്റെ പിതൃ സഹോദര പുത്രനാണ്. അദ്ദേഹം എന്റെ പിതാവിനെയും മറ്റു സഹോദരന്മാരെ 1903 വരെ തബ്ലീഗ് ചെയ്തു. എന്റെ പിതാവ് ഒരിക്കൽ സ്വപ്നം കണ്ടു, കാദിയാനിൽ നിന്നും പൂർണ്ണചന്ദ്രൻ പൂർണ്ണമായ പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്നു, പരിപൂർണമായ ചന്ദ്രൻ. എന്റെ പിതാവ് ഈ സ്വപ്നത്തെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാക്ഷ്യമായി കണക്കാക്കി. ആ ദിവസം തന്നെ ഞങ്ങളെല്ലാവരും കത്തിലൂടെ ബയ്യത്ത് ചെയ്തു. ഹസ്രത്ത് മൗലവി മുഹമ്മദ് അബ്ദുള്ള സാഹിബ് വിവരിക്കുന്നു, ബയ്യത്തിന് മുമ്പും തുടർന്നുള്ള വിവരമായി തന്നെയാണ്. ബയ്യത്തിന് മുമ്പ് ഞാൻ തബ്ലീഗ് ചെയ്തിരുന്നു. ബയ്യത്തിന് ശേഷം ഞാൻ വളരെ കൂടുതൽ തബ്ലീഗ് ചെയ്തു. നൂറുകണക്കിന് ആളുകൾ ഞാൻ മുഖേന അഹമ്മദിയത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. സംഭവങ്ങൾ ഇനിയും കുറേയുണ്ട്, ഭാവിയിൽ ഇൻഷാ അല്ലാഹ് കേൾപ്പിക്കുന്നതാണ്. അല്ലാഹു തആല ഈ സഹാബാക്കളുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇവർ മുഖേന പലർക്കും കാലഘട്ടത്തിന്റെ ഇമാമിന്റെ സന്ദേശം എത്തുകയുണ്ടായി. അവർ തുടർന്നും തബ്ലീഗ് ചെയ്ത് ഈ സന്ദേശത്തെ എത്തിച്ചുകൊണ്ടിരുന്നു. ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ നന്മയുടെയും തഖ്വയുടെയും അധ്വാനത്തിന്റെയും ഫലമാണ് അവരുടെ മക്കൾ ഇന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പൂർവികർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള സഹാബാക്കളിൽ നിന്നാണ് ഇവർക്ക് ഈ സന്ദേശം എത്തിയത്. അവരോട് വളരെയധികം നന്ദിയുള്ളവരായി നാം മാറേണ്ടതാണ്. അവരോടുള്ള നന്ദി പ്രകടനം എന്നാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതോടൊപ്പം ജമാഅത്തുമായി നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുകയും ഈ സന്ദേശത്തെ മുന്നോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഇതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നും ദുഃഖകരമായ വാർത്തയുണ്ട്. നവാബ് ഷായിൽ നമ്മുടെ ഒരു സഹോദരനെ ഷഹീദാക്കി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഖ്സൂദ് അഹമ്മദ് സാഹിബ് സൺ ഓഫ് ഇദ്രീസ് സാഹിബ് ആണ് ഷഹീദായത്. കൊണ്ടയിൽ ആണ് ആദ്യം താമസിച്ചിരുന്നത്. 10-20 വർഷമായി റബുവയിലാണ് താമസിക്കുന്നത്. മഖ്സൂദ് സാഹിബിന്റെ കുടുംബം കാദിയാന്റെ അടുത്തുള്ള ഗ്രാമമായ ഭട്ടിയാ ഭേദുമായിട്ടാണ്. അഹമ്മദിയത്ത് ആ കുടുംബത്തിൽ വന്നത് അദ്ദേഹത്തിന്റെ ഉപ്പാപ്പ മൗലവി അബ്ദുൽ ഹക്ക് നൂർ സാഹിബ് ബയ്യത്ത് ചെയ്തതിലൂടെയാണ്. 1934 അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഉപ്പാപ്പ കൃഷിപ്പണിയിൽ നല്ല പാഠമുള്ള ആളായിരുന്നു. ഇത് കാരണം ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു സിന്ധിലെ ഭൂമിയുടെ മേൽനോട്ടത്തിനായി അദ്ദേഹത്തെയാണ് നിയമിച്ചത്. നാസറാബാദ്, മഹമ്മൂദാബാദ് മറ്റു സ്റ്റേറ്റിലും ഇദ്ദേഹത്തെ നിയമിക്കുകയുണ്ടായി. 1942 അദ്ദേഹം അവിടെ നിന്നും മാറി 1966 അദ്ദേഹത്തിന്റെ ഉപ്പാപ്പയെയും ഷഹീദാക്കുകയുണ്ടായി. മഖ്സൂദ് സാഹിബിന് അപ്പോൾ 12 വയസ്സായിരുന്നു. ആ ഷഹാദത്തിന്റെ ദൃക്സാക്ഷിയായിരുന്നു ഇദ്ദേഹം. ആദ്യകാല ശുഹദാക്കളെ സ്മരിച്ചപ്പോൾ 1999 ഖുത്ബയിൽ ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല ഇദ്ദേഹത്തിന്റെ ഉപ്പാപ്പയെ കുറിച്ചും പരാമർശിക്കുകയുണ്ടായി.
वहाँ से फिर उसके बाद रब्बा शिफ्ट हो गए। 1983 വരെ മഖ്സൂസ് സാഹിബ് കൊറോണ്ടിയിലാണ് താമസിച്ചത്. അവിടെ നിന്ന് 27 വർഷമായി റബുവയിൽ താമസമാക്കിയിട്ട് नसीर साहब की एक इदारा है क्यूरेटिव, റബുവയിൽ ഷിഫ്റ്റ് ആയതിനു ശേഷം ഹോമിയോപ്പതിയുടെ ഒരു കെററ്റിക് കമ്പനിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. स्पोर्ट्स कंपनी की तरफ से सिंध का इलाका था जहाँ आप सेल्समैन के तौर पे जाया करते थे हर महीने दौरे पे। കമ്പനി അദ്ദേഹത്തെ സെയിൽസ്മാനായി സിന്ധിലെ പ്രദേശത്തേക്കാണ് നിയമിച്ചിരുന്നത്. ഓരോ മാസം അവിടെ ഓർഡർ വാങ്ങാനും മരുന്ന് കൊടുക്കാനും പോകുമായിരുന്നു. കഴിഞ്ഞ മാസം 27 ഫെബ്രുവരി മുതൽ സിന്ധിൽ സന്ദർശനത്തിലായിരുന്നു. ഷാ നടക്കുന്ന മാർച്ച് 7 ഏകദേശം 11 മണിക്ക് നവാബ്ഷയിലെത്തി. നവാബ്ഷയിലെ മോനി ബസാറിൽ വൈകുന്നേരം 3:30 മണിക്ക് മോട്ടോർ സൈക്കിളിൽ വന്ന ആളുകൾ അദ്ദേഹത്തെ തടയുകയും വെടിവെക്കുകയും ചെയ്തു. ഇത് മുഖേന അദ്ദേഹത്തിന് ഷഹാദത്ത് നടന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പോലീസ് മൃതദേഹം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി. 10 दिन के अंदर ये दूसरी शहादत है। നമുക്കറിയുന്നത് പോലെ നവാബ്ഷയിൽ 10 ദിവസത്തിനുള്ളിലെ രണ്ടാമത്തെ ഷഹാദത്താണിത്. അദ്ദേഹം മൂസിയായിരുന്നു. इस बात का जिक्र അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, 3 മാസം മുമ്പ് അദ്ദേഹം എനിക്ക് ഭീഷണി ഉണ്ടെന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹം किए जाते थे। ഹിന്ദു ഡോക്ടറുടെ കടയിൽ മരുന്ന് കൊടുക്കാൻ പോയിരുന്നു. अब ये मिर्जाई तुम्हारी दुकान पे आया, തീവ്രവാദികൾ इस मिर्जाई को ഡോക്ടറെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ മീർസായി ഇനി നിന്റെ കടയിൽ വന്നാൽ നിന്നെയും മീർസായിയെയും ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ഭാര്യ പറയുന്നു, പരേതൻ സൽസ്വഭാവിയും കൃത്യമായി നമസ്കരിക്കുന്ന ആളും നഫൽ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന വ്യക്തിയുമായിരുന്നു. हिस्सा लेने ജമാഅത്തായി നമസ്കാരം അനുഷ്ഠിച്ചിരുന്നു. സാമ്പത്തിക ത്യാഗത്തിലും മുമ്പന്തിയിലായിരുന്നു. से पहले ഭാര്യയുടെ ചന്തയും ഈ വർഷം സ്വയം അടച്ചു. പോകുന്നതിന് മുമ്പേ തന്റെ ചന്ത പൂർണ്ണമായും അടച്ചു തീർത്തിട്ടാണ് പോയത്. हिस्सा मिला था। ദാവത്ത് ഇലല്ലാഹയുടെ ശീലം തന്റെ ഉപ്പാപ്പയിൽ നിന്നും അദ്ദേഹത്തിന് അനന്തരാവകാശമായി ലഭിച്ചിരുന്നു. യാത്രാവേളയിൽ ജമാഅത്തിന്റെ സാഹിത്യങ്ങൾ കൂടെ വെക്കുമായിരുന്നു. അത് വിതരണം ചെയ്തിരുന്നു. നല്ല തബ്ലീഗ് പ്രവർത്തകനായിരുന്നു. തബ്ലീഗ് കാരണം ശത്രുതയും വർദ്ധിച്ചിരിക്കും. फिर अहमदी की हैसियत से അദ്ദേഹം കുറച്ച് ദിവസത്തേക്കാണ് പോയിരുന്നതെങ്കിലും ആ അങ്ങാടിയിൽ ഒരു അഹമ്മദി എന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. वगैरह भी देते थे आप लोगों को। നോട്ടീസ് കൊടുക്കുന്നു, പരിചയപ്പെടുന്നു. इंतहाई मिलने അപ്പോൾ ഇതെല്ലാം കൊണ്ട് ശത്രുതയും വർദ്ധിച്ചിരിക്കും. पसंद इंसान थे। നല്ല ജനസമ്പർക്ക പ്രിയനും വെടിവുള്ള വ്യക്തിത്വവുമായിരുന്നു. തൃട്ടി സേവന രംഗത്ത് മുൻനിരയിലായിരുന്നു. ആവശ്യക്കാർക്ക് ഫ്രീ ആയി മരുന്ന് നൽകിയിരുന്നു. कुरान करीम से भी ഖിലാഫത്തിനോട് പ്രത്യേകമായ ബന്ധമായിരുന്നു. വിശുദ്ധ ഖുർആനോടും പ്രത്യേകമായ സ്നേഹമായിരുന്നു. मैंने मुकर्रम मकसूद ഭാര്യ പറയുന്നു, ഒരിക്കൽ ഞാൻ हम भी शोध മക്സൂദ് അഹമ്മദ് സാഹിബിനോട് ചോദിച്ചു, നാമും ഷുഹദാക്കളുടെ ഫാമിലിയിൽ ഉൾപ്പെടുമോ? മറുപടിയായി പറഞ്ഞു, അള്ളാഹു തിരഞ്ഞെടുത്താൽ തീർച്ചയായും നാമും ഉൾപ്പെടുന്നതാണ്. रशीद। ഭാര്യയും इसके अलावा इनके 3 बेटे और 2 बेटियां हैं। बेटे इनके 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളുമുണ്ട്. शादीशुदा हैं। बेटियों में से एक ഇവിടെ മോഞ്ചസ്റ്ററിലാണ് മകൻ में है താമസിക്കുന്നത്. അവിവാഹിതനാണ്. ഒരു മകളെ അമേരിക്കയിലേക്ക് വിവാഹം ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി നമ്മുടെ സ്കൂളിലെ ടീച്ചറാണ് റബുവയിൽ. അള്ളാഹു മർഹൂമിന്റെ പദവികൾ ഉയർത്തട്ടെ. എല്ലാ കുടുംബാംഗങ്ങൾക്കും ക്ഷമ നൽകട്ടെ. ശത്രുക്കളെ വേഗം പിടികൂടട്ടെ. दूसरा एक जनाजा अभी जुमा की नमाज के बाद पढ़ाऊंगा जो है ജുമാക്ക് ശേഷം അനുഷ്ഠിക്കുന്ന മറ്റൊരു ജനാസ ഹാജറ ബീഗം സാഹിബയുടേതാണ്. മിസ്ത്രി മുഹമ്മദ് ഹുസൈൻ സാഹിബ് ദർവേഷ് മർഹൂം ഖാദിയാന്റെ ഭാര്യയാണ്. 79 साल की उम्र में മാർച്ച് 4, 5 वफात पा गई। മധ്യരാത്രിയിലാണ് ഇവർ വഫാത്തായത്. इन्ना लहराजून आप मुकर्रम मुंशी ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 79 വയസ്സിലാണ് വഫാത്തായത്. മുൻഷി അബ്ദുർ റഹീം സാഹിബ് ഫാനി ഓഫ് അമ്രോഹായുടെ മകളായിരുന്നു. ഖാദിയാനിൽ താമസിക്കാനായി ഹിജ്റത്ത് ചെയ്തു വന്നതാണ്. 1950 ഖാദിയാനിൽ വന്നത്. മർഹൂമയുടെ വിവാഹം 1951 നടന്നു. തന്റെ ഭർത്താവിന്റെ കൂടെ ദർവേഷ് കാലഘട്ടം വളരെ ക്ഷമയോടും കൃതജ്ഞതയോടും കൂടി കഴിച്ചുകൂട്ടി. बेटियों के बड़े अच्छे रंग में बच्चे 5 ആൺകുട്ടികളും 5 പെൺകുട്ടികളും ഇവർക്കുണ്ടായിട്ടും അവരെയെല്ലാം വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയുണ്ടായി. എല്ലാ കുട്ടികളും വിവാഹിതരും മക്കളുള്ളവരുമാണ്. മൂസിയ ആയിരുന്നു. ബിസ്തി മക്കുറ ഖാദിയാനിൽ ഇവരെ മറവ് ചെയ്തു. അല്ലാഹു തആല മർഹൂമയോട് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, പദവി ഉയർത്തുമാറാകട്ടെ, തന്റെ പ്രീത സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ബന്ധുമിത്രാദികൾക്ക് ക്ഷമ പ്രദാനം ചെയ്യട്ടെ.
الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.